കഴിഞ്ഞ ദിവസം നടന്ന +1 അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ അനാലിസിസാണ് നടക്കുന്നത്. ഇത് നമുക്ക് അക്കൗണ്ടൻസി വിത്ത് AFS ഓപ്ഷനായിട്ടുള്ള കുട്ടികൾക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീ സഹിതമാണ് ഡിസ്കസ് ചെയ്യുക. അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ AFSകാരെ സംബന്ധിച്ച് നമുക്ക് ഫസ്റ്റ് ഇയറിൽ അക്കൗണ്ടൻസി കോമൺ ആണെങ്കിലും സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ, അതായത് +2 വരുമ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് പകരമായിട്ട് നിങ്ങൾക്ക് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് AFS എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് +2ൽ പഠിക്കേണ്ടി വരും. ആ ഒരു ക്ലാസ്സുകളുടെ ലിങ്ക്, കംപ്ലീറ്റ് ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, നിങ്ങൾക്കത് അടുത്ത വർഷം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ കീം ഒപ്പം തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് പോകാം. നോക്കുക, ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ? താഴെ പറയുന്നതിൽ ഏതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ പെയ്ഡ് ഡോട്ടൈസ് ട്യൂഷൻ ഫീ ഫ്രം പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്, തൻ്റെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്, അതായത് ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട് അല്ല, പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മകളുടെ ട്യൂഷൻ ഫീ കൊടുത്തു എന്ന് പറയുന്നതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത്. മെഷീനറി നമ്മൾ ബിസിനസ് യൂസിന് വേണ്ടി പർച്ചേസ് ചെയ്തത്, സ്റ്റേഷനറി പർച്ചേസ് ചെയ്തത്, പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക്, നമുക്ക് ബിസിനസ്സിന് വേണ്ടി റെൻറ്റ് കൊടുത്തത്, എംപ്ലോയീസിന് വേജസ് കൊടുത്തത്, അതെല്ലാം ബിസിനസ് ട്രാൻസാക്ഷൻ തന്നെയാണല്ലേ. ദെൻ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദ ബിസിനസ്, ബിസിനസ്സിലേക്ക് ഓണർ മുടക്കുന്ന തുകയ്ക്ക് നമ്മൾ പറയുന്ന പേര് ക്യാപിറ്റൽ എന്നാണ് അല്ലേ. ദെൻ ജേണൽ എൻട്രി ടു റെക്കോർഡ് റെൻറ്റ് റിസീവ്ഡ് വിൽ ഇൻക്ലൂഡ്, നമുക്ക് റെൻറ്റ് റിസീവ്ഡ് അതിനുള്ള ജേണൽ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു റെൻ്റ് ആണല്ലേ. അപ്പോൾ ഡെബിറ്റ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് റെൻറ്റ് അല്ലേ. ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു, റെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹4,500 ഫ്രം ABC ലിമിറ്റഡ്, ഐഡൻറ്റിഫൈ ദ ഡേ ബുക്ക് ടു റെക്കോർഡ് ദിസ് ട്രാൻസാക്ഷൻ. നമ്മളൊരു ഫിക്സഡ് അസറ്റ് നമ്മൾ കടമായിട്ട് വാങ്ങിക്കുമ്പോൾ, ക്രെഡിറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മളത് രേഖപ്പെടുത്തേണ്ടത് ജേണൽ പ്രോപ്പറിലാണല്ലേ. അപ്പോൾ ജേണൽ പ്രോപ്പറിൽ എഴുതുന്ന ഒരു ബിസിനസ് ട്രാൻസാക്ഷന് എക്സാമ്പിൾ കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫിക്സഡ് അസറ്റ് നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിക്കുവാണെങ്കിൽ, ഫിക്സഡ് അസറ്റ് ക്യാഷിന് വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതും അല്ലേ. നമ്മൾ ഗുഡ്സാണ് നമ്മൾ കടമായിട്ട് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മളത് പർച്ചേസ് ബുക്കിൽ എഴുതും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് എഴുതുക. അപ്പോൾ നമുക്ക് ഫിക്സഡ് അസറ്റ് ഇവിടെ കടമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റ് ഡേ ബുക്കുകളൊന്നും എഴുതാൻ പറ്റാത്തതുകൊണ്ട് അത് ജേണൽ പ്രോപ്പറിൽ കാണിക്കണം. then അഞ്ചാമത്തത് റിപ്പയേഴ്സ് ടു മെഷീനറി ₹500 വാസ് റെക്കോർഡ് ടു മെഷീനറി അക്കൗണ്ട്. നമ്മൾ മെഷീനറിക്ക് വന്ന റിപ്പയറിംഗ് ചാർജ് മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്തെന്ന് പറയുന്നത് അത് ഏത് ടൈപ്പ് എററാന്നുള്ളതാണ്. നമുക്ക് അറിയാം മെഷീനറി അക്കൗണ്ടിൽ നമുക്ക് റിപ്പയേഴ്സിൻ്റെ എമൗണ്ട് എഴുതേണ്ടത് റിപ്പയേഴ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ തന്നെയാണല്ലേ, അത് മെഷീനറി അക്കൗണ്ടിലല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു എറർ ഓഫ് പ്രിൻസിപ്പിളാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഡാഷ് ഈസ് പ്രിപ്പയർഡ് ടു വെരിഫൈ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് പോസ്റ്റിംഗ് ടു ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പുള്ള കാര്യങ്ങൾ, അതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉൾപ്പെടെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നത്, അതായത് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് വെച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് ട്രയൽ ബാലൻസുകളാണ് അല്ലേ, ട്രയൽ ബാലൻസാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റിംഗ് ഓഫ് ദി വാല്യൂ ഓഫ് എ പേറ്റൻറ്റ്, പേറ്റൻറ്റിൻ്റെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് നമ്മൾ അമോർട്ടൈസേഷൻ എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. പേറ്റൻറ്റ്, ഗുഡ് വില് പോലെ ഇൻടാഞ്ചിബിൾ അസറ്റുകൾ അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദം അമോർട്ടൈസേഷനാണ്. ഡിസ്കൗണ്ട് അലൗഡ് ഷോൺ ഓൺ, ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന റൈറ്റാണ് അല്ലേ. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ദെൻ റിസർവ് ഈസ് നോട്ട് ഡാഷ് റിസർവ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത റിസർവ് എന്ന് പറയുന്നത് സീക്രട്ട് റിസർവ് ആണല്ലേ, അതുകൊണ്ടാണ് നമ്മളതിനെ സീക്രട്ട് റിസർവ് എന്ന് വിളിക്കുന്നത് തന്നെ. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ, നമുക്ക് 4000 രൂപ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു 500 അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നുള്ളത് 4000-ൽ നിന്ന് 500 രൂപ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കുറച്ചിട്ട് ബാക്കി നമ്മൾ 3500 രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഔട്ടർ കോളത്തിൽ കാണിക്കേണ്ടത് അല്ലേ. ദെൻ സാലറി ഔട്ട്സ്റ്റാൻഡിങ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആഡ് ടു സാലറി അക്കൗണ്ട് അല്ലേ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്, നമ്മൾ സാലറി അക്കൗണ്ടിനോട് അത് കൂട്ടി കാണിക്കേണ്ടതാണ്. ദെൻ ഐഡൻറ്റിഫൈ ദ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് റിലേറ്റഡ് വിത്ത് ദി ഫോളോവിങ്, താഴെ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിസിനസ് എൻ്റർപ്രൈസ് വിൽ നോട്ട് ബി ലിക്വിഡേറ്റഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ, ബിസിനസ് അടുത്ത കാലത്തും അത് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഏത് പ്രിൻസിപ്പിളായിരുന്നു, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ് അല്ലേ, ഗോയിങ് കൺസേൺ. രണ്ടാമത് സെയിം അക്കൗണ്ടിങ് മെത്തേഡ് ഷുഡ് ബി യൂസ്ഡ് ഫ്രം വൺ അക്കൗണ്ടിങ് പീരീഡ് ടു നെക്സ്റ്റ്. അക്കൗണ്ടിങ് പോളിസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ വർഷവും ഒരേപോലെ ഫോളോ ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളാണ് അല്ലേ, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് എനി 2 ട്രാൻസാക്ഷൻസ് വിച്ച് വിൽ റിസൾട്ട് ഇൻ ദി ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് അസറ്റ്. ഇപ്പോൾ 2 ട്രാൻസാക്ഷൻസ് നമുക്ക് എഴുതണം.
അത് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ഓരോ ട്രാൻസാക്ഷനിലും ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊരു അസറ്റ് ഡിക്രീസ് ചെയ്യണം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള 2 ട്രാൻസാക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് പർച്ചേസ്ഡ് ബിൽഡിംഗ് വാങ്ങിക്കുന്നു അല്ലേ. ബിൽഡിംഗ് എന്ന് പറഞ്ഞ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ ക്യാഷ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, നമ്മൾ ഗുഡ്സ് വിൽക്കുന്നു. സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ക്യാഷ് നമുക്ക് കിട്ടുന്നു അല്ലേ. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ 2 എക്സാമ്പിൾ നമുക്ക് അത് മനസ്സിലാക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. നമ്മൾ ഡിപ്പോസിറ്റിനേക്കാൾ കൂടുതൽ പണം വിഡ്രോ ചെയ്യുമ്പോഴാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാകുന്നത് അല്ലേ. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഓഫ് വിഡ്രോവൽ എക്സീഡ്സ് ഡിപ്പോസിറ്റിനേക്കാൾ കൂടുതൽ വിഡ്രോവൽ വരുമ്പോഴാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുക. ഇനി അടുത്തത്, ലിസ്റ്റ് ഔട്ട് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസസ് 2 റിപ്പീറ്റിംഗ് നേച്ചറിലുള്ളതാണ്, ആവർത്തന സ്വഭാവമുള്ളതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റിംഗ് സ്വഭാവമുള്ളതല്ല, അത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്. അത് കൂടുതൽ പണം മുടക്ക് ആവശ്യമുള്ളതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് മെഷീനറി, ലാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുക. ദെൻ ബെനിഫിറ്റ് എക്സസ് വിത്തിൻ എ ഇയർ. റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടി നമ്മൾ മുടക്കുന്ന തുകയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ ഒരു ബെനിഫിറ്റ് കിട്ടിത്തരും. പക്ഷേ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് പണം മുടക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ മോർ ദാൻ എ ഇയർ അല്ലേ. ഒന്നിൽ കൂടുതൽ വർഷത്തേക്ക് അത് നീണ്ടു നിൽക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ക്ലാസിഫൈ ദ ഫോളോവിങ് ഇൻറ്റു കറണ്ട് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്. കറണ്ട് അസറ്റായിട്ടും ഫിക്സഡ് ആയിട്ടും തരംതിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് അസറ്റ് ഏതൊക്കെയായിരുന്നു? കറണ്ട് അസറ്റ് ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റാണ്, സ്റ്റോക്കും കറണ്ട് അസറ്റാണ് അല്ലേ. ഫിക്സഡ് അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും മെഷീനറിയും ഫിക്സഡ് അസറ്റുകളാണ്. ദെൻ വാട്ട് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഫോർ ദ ഫോളോവിങ്. റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. പെയ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ടുള്ള റെൻറ്റ് നമ്മൾ കുറയ്ക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ റെൻറ്റ് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ്, എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ റെൻറ്റ് കുറയണമെങ്കിൽ നമ്മൾ റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസിനെ റെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതണം? റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അറ്റ് ടു റെൻറ്റ് അക്കൗണ്ട് എന്ന് ചെയ്യേണ്ടി വരും അല്ലേ. റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അറ്റ് ടു റെൻറ്റ് അക്കൗണ്ട്. അടുത്ത ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ മെഷീനറിയും ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അസറ്റാണ് അല്ലേ. അപ്പോൾ അസറ്റിനൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ വരുമ്പോൾ മെഷീനറി അക്കൗണ്ടിൽ ബാലൻസ് കുറയണം അല്ലേ. അപ്പോൾ അത് ഡിപ്രീസിയേഷൻ നമ്മൾ മെഷീനറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രിയിൽ ഡിപ്രീസിയേഷൻ എന്ത് വരും? ഡെബിറ്റ് വരും അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു മെഷീനറി എന്നാണ് അതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി വരിക. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു മെഷീനറി. ഇനി അടുത്ത് നോക്കുക, ഫൈൻഡ് ഔട്ട് ദ അക്കൗണ്ടിങ് ടേംസ് ഫോർ ദി ഫോളോവിങ്. പ്രോഫിറ്റ് എറൈസസ് ഫ്രം ദി ഇവൻറ്റ്സ് ഇൻസിഡൻറ്റ് ടു ബിസിനസ് അല്ലേ. ബിസിനസ്സിൽ നിന്ന് വല്ലപ്പോഴും ആകസ്മികമായിട്ട് കിട്ടുന്ന, ഇപ്പോൾ ലോട്ടറി അടിച്ചു കിട്ടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ആകസ്മികമായിട്ട് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ പറയുന്ന പേര് ഗെയിൻ എന്നാണ് പറയുന്നത് അല്ലേ. ഗെയിൻ എന്നാണ് പറയുന്നത്. അടുത്തത്, മണി ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ ഓണർ. പേഴ്സണൽ യൂസിന് വേണ്ടി ഓണർ പിൻവലിക്കുന്നതിനെ വിഡ്രോവിങ്സ് അല്ലെങ്കിൽ ഡ്രോവിങ്സ് എന്നാണ് പറയുക. പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ് ഫോർ ബൈയിങ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് കടമായിട്ട് ഗുഡ്സ് വാങ്ങിച്ചിട്ട് ക്യാഷ് തരാനുള്ള വ്യക്തികളെ ഡെപ്റ്റർ എന്നാണ് പറയുക അല്ലേ, ഡെപ്റ്റർ. ഓൾ എക്സ്പെൻസസ് ഇൻക്വയർഡ് വെദർ പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഓർ നോട്ട് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. നമ്മൾ എക്സ്പെൻസസ് എല്ലാ എക്സ്പെൻസും എടുക്കണം. ഈ വർഷം നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയതാണോ അല്ലയോ എന്നുള്ളത് പരിഗണിക്കാതെ തന്നെ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഈ വർഷത്തെ എക്സ്പെൻസായിട്ട് എടുക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഏതാണെന്നുള്ളതാണ്. അത് മാച്ചിങ് കോൺസെപ്റ്റാണ് പറയുന്നത് അല്ലേ. മാച്ചിങ് കോൺസെപ്റ്റ് എന്താണ്? മാച്ചിങ് കോൺസെപ്റ്റ് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ ദി ഇൻകംസ് ഏൺഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ വെദർ റിസീവ്ഡ് ഓർ നോട്ട്. അതായത് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത് നമുക്ക് ഈ വർഷം നമുക്ക് കിട്ടാനുള്ള ഇൻകം, അത് കിട്ടിയതോ കിട്ടാത്തതോ ആയിക്കോട്ടെ, കിട്ടാനുള്ള ഇൻകവും ഒപ്പം തന്നെ കൊടുക്കാനുള്ള എക്സ്പെൻസും നമ്മൾ പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. പ്രൂവ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനുള്ള ചെറിയൊരു പ്രോബ്ലമാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റൽ കൂടുന്നു അല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് സ്റ്റോക്ക് കൂടുന്നു, ക്യാഷ് കുറയുന്നു. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 10,000, 10,000 വരെയുള്ള സ്റ്റോക്കാണ്, ഗുഡ്സാണ് വിൽക്കുന്നത്. അപ്പോൾ സ്റ്റോക്കിൽ 10,000 കുറവ് വരും അല്ലേ. സ്റ്റോക്കിൽ 10,000 കുറയും, ക്യാഷിൽ 12,000 കൂടും. അതിൻ്റെ ലാഭം നമ്മൾ 2,000 ലാഭം അല്ലേ. 10,000 വിലയുള്ളത് 12,000 വിറ്റത്. അപ്പോൾ 2,000 ലാഭം ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യും അല്ലേ. ക്യാപിറ്റൽ 2,000 ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ ഒന്ന് കാണിക്കാം, നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യേണ്ടത് അല്ലേ. അക്കൗണ്ടിങ് ഇക്വേഷൻ്റെയൊക്കെ കൂടുതൽ പ്രോബ്ലംസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കുകയും ചെയ്യാം. ഇനി നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലിസ്റ്റ് ഔട്ട് എനി 3 റീഫണ്ട്സ് വിച്ച് കോസസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക്. ബാങ്ക് റീകൺസിലേഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ഡിപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, ബാങ്ക് ചാർജസ്, ഇതൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് മിക്കവാറും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇതിൻ്റെ റീഫണ്ട്സ്, ഈ ഡിഫറൻസ് വരാനുള്ള റീഫണ്ട്സ് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്.
ഒപ്പം തന്നെ ബാങ്ക് റീകൺസിലേഷൻ വരയ്ക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് മാത്രം എടുത്ത് എഴുതിയാൽ പോലും ഡിഫറൻസസ് ആയിട്ട് നമുക്ക് ഈ ഒരു ആൻസർ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുമുണ്ട് കേട്ടോ. ദെൻ ഐഡൻറ്റിഫൈ ദ എറേസ് ഓഫ് ദി ഫോളോവിങ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 5400, റെക്കോർഡഡ് ആസ് 4500. അപ്പോൾ 5400 എന്നുള്ളത് 4500 എഴുതി. അപ്പോൾ അത് എറർ ഓഫ് കമ്മീഷൻ ആണല്ലേ. എന്താണ് എറർ ഓഫ് കമ്മീഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ദീസ് ആർ എറേഴ്സ് വിച്ച് ആർ കമ്മിറ്റഡ് ഡ്യൂ ടു, അത് റോങ് പോസ്റ്റിങ്, തെറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക, ടോട്ടൽ ചെയ്യുന്നതിൽ തെറ്റിപ്പോവുക, ബാലൻസ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവുക അല്ലെ, അത്തരത്തിലുള്ള ആ ഒരു എറേഴ്സിനെയാണ് നമ്മൾ എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. പ്രിപ്പയർ എ ടേബിൾ ഷോയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ. അത് വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഒറിജിനൽ കോസ്റ്റിനാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിമിനിഷിംഗ് ബാലൻസിൽ ബുക്ക് വാല്യൂ, അതായത് ഓപ്പണിംഗ് വാല്യൂവിലാണ്, ഓരോ വർഷത്തെ ഓപ്പണിംഗ് വാല്യൂവിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ ഫിക്സഡ് ആയിരിക്കും. ഇത് ഡിമിനിഷിംഗ് മെത്തേഡ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സ് ആക്ട്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ല ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്. ദെൻ പ്രിപ്പയർ നോക്കുക, കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു, 1/4/2022 അല്ലേ, 30,000 പ്ലസ് പർച്ചേസസ് 1,50,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. ഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ട് വേജസും ഉണ്ട്, ക്യാരേജിനും ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ, 40,000 രൂപ നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കുന്നു അല്ലേ. 40,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടുന്നതാണ്. നോക്കുക, ഇവിടെ 30,000 പ്ലസ് 1,50,000 പ്ലസ് 10,000 പ്ലസ് 10,000 മൈനസ് 40,000 അല്ലേ. അപ്പോൾ 1,60,000 നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് വരിക. ഈ സെയിൽസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ടു ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 30,000. ബാഡ് ഡെപ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം അല്ലേ, 2,000 രൂപ ഡെബിറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 5% ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ 5%, ഡെപ്റ്റേഴ്സിൻ്റെ 10% 3,000 5% അതിൻ്റെ പകുതി അല്ല 1,500 രൂപ. അപ്പോൾ 2,000 1,500 മൊത്തം 3,500 രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലേ. 25ാമത്തെ ക്വസ്റ്റ്യൻ 2,000 പ്ലസ് 1,500 3,500 രൂപ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ദെൻ ഷോ ദ ഹൗ ദ ഫോളോവിങ് ഐറ്റംസ് വിൽ അപ്പിയർ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. വേജസ് പെയ്ഡ്, വേജസ് പ്രീപെയ്ഡ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വേജസ് പെയ്ഡ് എഴുതുന്നത്. 6,000 നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. വേജസ് പ്രീപെയ്ഡ് വേജസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കണം അല്ലേ. അപ്പോൾ 6,500 കുറച്ചിട്ട് നമ്മൾ 5,500 നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. എത്രയാണ് എമൗണ്ട് എഴുതേണ്ടത്, 6,500 നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലേ. ബാലൻസ് ഷീറ്റിലൊപ്പം തന്നെ വേജസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ 500 രൂപ കാണിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സാധാരണ വേജസ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കേട്ടോ. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വേജസ് വരിക. നമ്മൾ സാലറിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ആക്കാവുന്നതാണ്. മാച്ച് ദ കോളം എ വിത്ത് കോളം ബി നമുക്ക് മാച്ച് ചെയ്യാനാണ്. ലോൺ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈബിലിറ്റിയാണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണ് അല്ലേ. സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട റവന്യൂ ആണ്. വൗച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ GST. GSTയെക്കുറിച്ച് നമ്മുടെ ക്ലാസ് ചാനൽ ചെയ്തിട്ടുണ്ട്. ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ് അല്ലേ. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓൺ കൺസംഷൻ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ്. അതിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. CGST എന്നും SGST എന്നും IGST എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ തിയറിയായിട്ട് നിങ്ങൾക്കത് പഠിച്ചു വയ്ക്കാം. ദെൻ പ്രിപ്പയർ എ പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് പർച്ചേസ് ഡേ ബുക്കിൻ്റെ ഫോർമാറ്റിൽ 10 റെഫ്രിജറേറ്റർ അല്ലേ, 10 × 25,000. 4 കളർ TV അല്ലേ, 4 × 30,000. അതിനുശേഷം അതിൻ്റെ ടോട്ടലിൽ നിന്ന് 5% ഡിസ്കൗണ്ട് കുറയ്ക്കുക, ഔട്ടർ കോളത്തിൽ എഴുതുക അല്ലേ. വാഷിംഗ് മെഷീൻ അങ്ങനെ തന്നെ 10 ആണ്. 10 × 15,000, 5 × 20,000. അതിൽ നിന്ന് 2% ടോട്ടലിൽ നിന്ന് 2% ഡിസ്കൗണ്ട് കുറച്ചിട്ട് ഔട്ടർ കോളത്തിൽ എഴുതുക, ടോട്ടൽ ചെയ്യുക. അത്രയേ ഉള്ളൂ അല്ലേ. വളരെ എളുപ്പത്തിൽ നമുക്കത് കണ്ടുപിടിക്കാം. പർച്ചേസ് ഡേ ബുക്ക് നോക്കുക. ഈ രീതിയിലാണ് പർച്ചേസ് ഡേ ബുക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഈ 3,70,000-ൻ്റെ 5% 18,500 കുറച്ച് 3,51,500. അതുപോലെ തന്നെ മറ്റ് 2 ഐറ്റംസും ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടലിൽ നിന്ന് 2% ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കി ഇവിടെ എഴുതുന്നു അല്ലേ. എന്നിട്ട് രണ്ടുകൂടെയും കൂട്ടി നമ്മൾ ടോട്ടലായിട്ട് 5,96,500 എഴുതുന്നു. ഇനി പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ് തന്നിരിക്കുന്നത് അല്ലേ.
നമുക്കിവിടെ ആഡ് ചെയ്യേണ്ട ഐറ്റം ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, ഇത് ആഡ് ചെയ്യേണ്ടതാണ് അല്ലേ. ചെക്ക് പ്രസൻറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ലെസ് ചെയ്യണം. ബാങ്ക് ചാർജസ് ഡെബിറ്റ് ചെയ്യുന്നത് ലെസ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ബിൽ പെയ്ഡ് ബൈ ബാങ്ക് അല്ലേ, അത് ലെസ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്കതിൻ്റെ ആൻസർ ചെയ്യുക. നോക്കുക, 22,000 കൂടെ 4,000 കൂട്ടുക, ബാക്കിയുള്ള 3 ഐറ്റം കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് 21,600 രൂപ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് കിട്ടും അല്ലേ. ഇനി റെക്ടിഫൈ ദ ഫോളോവിങ് എറേഴ്സ്. നമുക്ക് എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞ് 2 വീഡിയോ ക്ലാസ്സുകളുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കൃത്യമായിട്ട് ഇത് പഠിക്കാൻ സാധിക്കുന്നതാണ്. നോക്കുക, വേജസ് പെയ്ഡ് 7,000 ഡെബിറ്റഡ് ടു എംപ്ലോയീസ് പേഴ്സണൽ അക്കൗണ്ട്. വേജസ് കൊടുത്തത് നമ്മുടെ എംപ്ലോയിയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തതാണ് അല്ലേ. വേജസിനായിരുന്നു ഡെബിറ്റ് വരേണ്ടത്. അപ്പോൾ അത് വേജസ് അക്കൗണ്ട് അറ്റ് ടു എംപ്ലോയീസ് അക്കൗണ്ട് അല്ലേ. എംപ്ലോയിയുടെ പേഴ്സണൽ അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. വേജസ് അക്കൗണ്ട് അറ്റ് ടു എംപ്ലോയീസ് അക്കൗണ്ട്. ഇനി സെയിൽസ് ഡേ ബുക്ക് ഓവർകാസ്റ്റ് ബൈ 1,000. അപ്പോൾ നമുക്ക് സെയിൽസ് അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ജേണലിൻ്റെ ആയിട്ട് തന്നെ റെക്ടിഫൈ ചെയ്യാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 4,500 റെക്കോർഡഡ് ഇൻ സെയിൽസ് ബുക്ക്. നമ്മൾ ഗുഡ്സ് 4,500 വാങ്ങിച്ചത് നമ്മൾ സെയിൽസ് ബുക്കിൽ എഴുതി അല്ലേ. അപ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് എൻട്രി ആയിട്ട് തന്നെ സെയിൽസ് അക്കൗണ്ട് അറ്റ് 4,500. സെയിൽസിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പർച്ചേസിന് വരേണ്ട ഡെബിറ്റ് വരാൻ വേണ്ടി 4,500. ടു സസ്പെൻസ് ഓർ സപ്ലൈസ് അക്കൗണ്ട് നമ്മൾ 9,000 അല്ലേ, രണ്ടോടും കൂട്ടി എഴുതേണ്ടതാണ്. റെൻറ്റ് പെയ്ഡ് 5,400 റെക്കോർഡ് ആസ് 4,500 അല്ലേ. അപ്പോൾ നമുക്ക് റെൻറ്റ് അക്കൗണ്ട് അറ്റ് ക്യാഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എഴുതിയാൽ മതി അല്ലേ. അടുത്ത ക്യാഷ് പെയ്ഡ് ടു റാം 3,000 ഡെപ്പോസിറ്റ് ടു റഹീം അക്കൗണ്ട്. ക്യാഷ് റാമിന് കൊടുത്തത് റഹീമിൻ്റെ അക്കൗണ്ടിൽ എഴുതി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റാം അക്കൗണ്ട് അറ്റ് റഹീം എന്ന് പറഞ്ഞ് 3,000 രൂപ കാണിക്കണം. ഇങ്ങനെയാണത് റെക്ടിഫൈ ചെയ്യുക. പ്ലാന്റ് വാസ് പർച്ചേസ്ഡ് ഓൺ 1/4/2022 അല്ലേ. 80,000 രൂപയ്ക്ക് പ്ലാന്റ് വാങ്ങിച്ചു. അതിൻ്റെ ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. സ്ക്രാപ്പ് വാല്യൂ 5,000 ആണ്. ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ആൻഡ് പ്രിപ്പയർ പ്ലാന്റ് അക്കൗണ്ട് ഫോർ ഫസ്റ്റ് 4 years. ആദ്യത്തെ 4 വർഷത്തേക്ക് പ്ലാന്റ് അക്കൗണ്ട് തയ്യാറാക്കുകയും വേണം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, 80,000 നിന്ന് ആദ്യം 5,000 രൂപ സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കണം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടും. ദെൻ പ്ലാന്റ് അക്കൗണ്ട് വരച്ച് 4 വർഷത്തെ പ്ലാന്റ് അക്കൗണ്ടും കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഒറിജിനൽ കോസ്റ്റ് 80,000, സ്ക്രാപ്പ് വാല്യൂ 5,000 കുറച്ച് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 7,500 ഡിപ്രീസിയേഷൻ കണ്ടെത്തി അല്ലേ. അതിനുശേഷം നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത്, പ്ലാന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അസറ്റാണ്. ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് 80,000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ അല്ലേ, നമുക്ക് പ്ലാന്റ് കിട്ടുകയാണ്. അപ്പോൾ പ്ലാന്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് ക്യാഷ് പോകുന്നത് അല്ലേ. അപ്പോൾ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ 80,000 രൂപ കൊടുത്തത് വാങ്ങിക്കുന്നു. അതിനുശേഷം ഓരോ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ 7,500 രൂപ ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷൻ എഴുതുന്നു. അതിൻ്റെ 72,500 രൂപ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ആ 72,500 രൂപ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. വീണ്ടും ഡിപ്രീസിയേഷൻ 7,500 കൊടുക്കുന്നു. എന്നിട്ട് അത് ബാലൻസ് ചെയ്യുന്നു, 65,000 കിട്ടുന്നു. ഈ 65,000 നമ്മൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. വീണ്ടും ഡിപ്രീസിയേഷൻ 7,500 എഴുതുന്നു, ബാലൻസ് ചെയ്യുന്നു, 57,500 കിട്ടുന്നു. അത് വീണ്ടും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. അങ്ങനെ 4 വർഷങ്ങളല്ലേ, 4 വർഷങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ബൈ ഡിപ്രീസിയേഷൻ ഒരു ഡിപ്രീസിയേഷൻ കൊടുത്ത് ബാലൻസ് 50,000 കണ്ടുപിടിക്കുന്നു അല്ലേ. ഇങ്ങനെയാണ് പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കുക. ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അസറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നതൊക്കെ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർ കൂടുതൽ പരിശോധിക്കുക. നമുക്ക് നോക്കാം. ജേണലൈസ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് ഓഫ് MS ലിമിറ്റഡ്. താഴെ പറയുന്നതിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം പോപ്പുലർ ട്രേഡേഴ്സ് ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു പോപ്പുലർ ട്രേഡേഴ്സ് അല്ലേ. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഫർണിച്ചർ ഡെബിറ്റ് ചെയ്യണം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക് റെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. വിത്ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. വിത്ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ആണ് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഓഫീസ് യൂസിനാകുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് എഴുതുക. പേഴ്സണൽ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് എഴുതും. പെയ്ഡ് സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അല്ലേ. ഞാൻ ഒരു ആൻസറോടെ തരാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് ജേണൽ എൻട്രി എഴുതാനുള്ളതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി പ്രിപ്പയർ ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ഓപ്പണിംഗ് ബാലൻസായിട്ട് 12,000 രൂപ 2 ബാലൻസ് BD എന്ന് പറഞ്ഞ് കാണിക്കുക. ക്യാഷ് അറ്റ് ബാങ്ക് നമ്മൾ 2 ബാലൻസ് BD എന്ന് കാണിച്ചിട്ട് അത് 12,000 രൂപ ബാങ്ക് കോളത്തിൽ എഴുതുക അല്ലേ. ഡബിൾ കോളം ക്യാഷ് ബുക്ക് നോക്കിയേ 2 ബാലൻസ് BD എന്നാണ് എഴുതേണ്ടത്. ബാലൻസ് BD 12,000 രൂപ ക്യാഷ് കോളത്തിലും 12,000 രൂപ ബാങ്ക് കോളത്തിൽ എഴുതുക അല്ലേ. ഒറ്റ 2 ബാലൻസ് BD എന്ന് എഴുതിയാൽ മതി. ഇനി ക്യാഷ് സെയിൽസ് ആണ്, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ആണ് അല്ലേ. അപ്പോൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് എഴുതണം, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസിൽ 2 സെയിൽസ് ആണ് അല്ലേ. 2 സെയിൽസ് എന്ന് പറഞ്ഞ് 6,000 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. 2 സെയിൽസ് 6,000 രൂപ ക്യാഷ് കോളത്തിൽ എഴുതണം. പർച്ചേസ്ഡ് ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ക്യാഷ് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ബൈ പർച്ചേസ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യണം, 4,500 രൂപ ക്യാഷ് കോളത്തിൽ എഴുതണം. വേജസ് പെയ്ഡ് അത് നമ്മൾ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ബൈ വേജസ് എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിൽ എഴുതണം. ക്യാഷ് ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് കോൺട്രാ എൻട്രി ആണ് അല്ലേ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആ 2 സൈഡിലും എഴുതാൻ വേണ്ടി മറന്നു പോകരുത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് കോൺട്രാ എൻട്രി പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്
അല്ലേ, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ്. ബൈ പർച്ചേസ് എന്ന് പറഞ്ഞ് ബാങ്ക് കോളത്തിൽ എഴുതുക. റിസീവ്ഡ് ക്യാഷ് ഫ്രം മകേഷ്, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു മകേഷ് എന്നാണ്. ടു മകേഷ് എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിൽ ഡെബിറ്റ് ചെയ്യുക. ചെക്ക് റിസീവ്ഡ് ഫ്രം രാജീവ്, രാജീവിൽ നിന്ന് ചെക്ക് കിട്ടുക. ചെക്ക് റിസീവ്ഡ് ഫ്രം രാജീവ്. അപ്പോൾ നമുക്ക് ഇത് പലപ്പോഴും കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷനാണ്. ചെക്ക് കിട്ടുമ്പോൾ അത് ബാങ്കിനല്ല നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ചെക്ക് നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യണം, അത് നമ്മൾ ക്യാഷ് കിട്ടുന്ന പോലെ കരുതണം. കാരണം ചെക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയുള്ളൂ. ആ ചെക്ക് കൊണ്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ കേട്ടോ, ബാങ്ക് അക്കൗണ്ട് കൂടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചെക്ക് കയ്യിലേക്ക് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു രാജീവ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ടു രാജീവ് എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിൽ കാണിക്കുക. ഈ ഒരു ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് കൊണ്ട് ഇടുമ്പോൾ അത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാവും കേട്ടോ. ഇനി ചെക്ക് റിസീവ്ഡ് ഫ്രം രാജീവ് ആൻഡ് ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, രണ്ടും ഒരുമിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു രാജീവ് എന്ന് എഴുതുകയും ചെയ്യാം. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ബൈ ചെക്ക്, അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു. ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ്. ബൈ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞ് ബാങ്ക് കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ഫോർ ക്യാഷ് പർച്ചേസ്, നമ്മൾ പർച്ചേസ് ചെയ്തു, ക്യാഷ് കൊടുത്തല്ലേ, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ബൈ പർച്ചേസ് എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യുക. പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക്, റെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ബൈ റെൻറ്റ് എന്ന് പറഞ്ഞ് ബാങ്ക് കോളത്തിൽ എഴുതുക. ചെക്ക് റിസീവ്ഡ് ഫ്രം രാജീവ് ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, നോക്കുക നേരത്തെ കിട്ടിയ ചെക്ക് നമ്മൾ പിന്നീട് ഒരു ദിവസമാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് എഴുതിയാൽ മതി. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, രാജീവിന് നമ്മൾ എഴുതിയതാണ് നേരത്തെ. നമ്മൾ ക്യാഷ് ചെക്ക് കിട്ടിയപ്പോൾ ക്യാഷ് കിട്ടുന്ന പോലെയല്ലേ കരുതിയത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ചെക്ക് പോകുമ്പോൾ ക്യാഷ് പോകുന്ന പോലെ കരുതി നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം, ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പം ഇതൊരു കോൺട്രാ എൻട്രി ആണ്. ക്യാഷ് വിഡ്രൂ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്കാണ് അല്ലേ, അതൊരു കോൺട്രാ എൻട്രി ആണ്. ക്യാഷ് വിഡ്രൂ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്, ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്കാണ്. അപ്പോൾ നമുക്ക് ബൈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് ബാങ്ക് കൊടുത്തിട്ട് എഴുതണം അല്ലേ. അപ്പോൾ ഇത്രയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ആയിട്ട് വന്നിരിക്കുന്നത്. നോക്കുക, ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ചെക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് അവസാനം നമ്മളത് ബാലൻസ് ചെയ്യുമ്പോൾ 14,500 ക്യാഷ് കോളത്തിലും 10,600 നമുക്ക് ബാങ്ക് കോളത്തിലും ബാലൻസ് കിട്ടുന്നതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരിക. നമുക്കിവിടെ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ്. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐറ്റം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം, അതിനുശേഷം നിങ്ങൾക്ക് ആൻസർ കാണിച്ചു തരാം കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. റെൻറ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. മെഷീനറി നമുക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. ബിൽഡിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ. പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ്. സെയിൽസ് റിട്ടേൺ നമുക്ക് പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിൽ നിന്ന് കുറയ്ക്കണം അല്ലേ, സെയിൽസിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. സാലറി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ബാഡ് ഡെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നെ നമുക്കതിനെ ഡെബിറ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഇൻ കേസ് ചിലപ്പോഴെങ്കിലും ചില ടെക്സ്റ്റിലൊക്കെ അത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത കേസും വന്നിട്ടുണ്ട്. ട്രേഡിംഗ് എക്സ്പെൻസ് സാധാരണ നോർമലി മിക്കവാറും ടെക്സ്റ്റുകൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയാണ്. ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഫർണിച്ചർ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. റിപ്പയേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കുക. ട്രാവലിംഗ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ക്യാഷ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ബാങ്ക് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ക്യാപിറ്റൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. ബിൽസ് പേയബിൾ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ. സെയിൽസ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്. പർച്ചേസ് റിട്ടേൺ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസിൽ നിന്ന് കുറച്ച് കാണിക്കുക. ലോൺ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യണം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം അല്ലേ. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേജസിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് കറണ്ട് ലയബിലിറ്റി ആയിട്ടും കാണിക്കുക. സാലറീസ് പ്രീപെയ്ഡ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറീസ് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ടിൽ നിന്ന് കുറച്ച് കാണിക്കുക, ലെസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ 1000. ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കുക. ഡിപ്രീഷിയേറ്റ് ബിൽഡിംഗ് ആൻഡ് മെഷീനറി ബിൽഡിങ്ങിൻ്റെയും മെഷീനറിയുടെയും തന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ 5% കണ്ടുപിടിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ മെഷീനറിയിൽ നിന്നും ബിൽഡിങ്ങിൽ നിന്നും അതേ എമൗണ്ട് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മെഷീനറിയുടെയും ബിൽഡിങ്ങിൻ്റെ എമൗണ്ടായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുക അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ആൻസർ ഒന്ന് കാണിച്ചു തരാം. നോക്കുക, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് അതേ രീതി ചെയ്യുമ്പോൾ നമുക്ക് 63,000 രൂപയാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. പിന്നീട് നമുക്ക് കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് 36,600 രൂപ. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോ ഐറ്റവും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നതായിട്ട് നോക്കുക. ഇവിടെ നമുക്ക് ട്രേഡ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതാണ് കൂടുതൽ കറക്റ്റും. ദെൻ ബാലൻസ് ഷീറ്റ് നമുക്ക് ടോട്ടൽ വരുന്നത് 2,03,300 അല്ലേ. 2,03,300 നമുക്ക് അവിടെ ഡിപ്രീസിയേഷനൊക്കെ കുറച്ചിട്ടുണ്ട്. ക്യാപിറ്റലിനോട് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി സൈഡിൽ എഴുതിയിട്ടുണ്ട്. പ്രീപെയ്ഡ് സാലറി അസറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. വേജസ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് അല്ലേ. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലുള്ള വേജസിനോട് ആഡ് ചെയ്യണം, 6,000 രൂപ കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക്
യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ എല്ലാവരും ആ കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്